ഇന്ന് ആണ്ടുവട്ടം 18-ാം ഞായർ. ഇന്ന് ഓഗസ്റ്റ് മാസം 4-ാം തീയതി വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ തിരുനാൾ. എല്ലാ വൈദികർക്കും വേണ്ടി ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകകളിൽ, സ്ഥാപനങ്ങളിൽ നമുക്ക് വേണ്ടി അജപാലന ശുശ്രൂഷ ചെയ്യുന്നവരെ പ്രത്യേകം ഓർക്കാം. തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ഒന്നാം വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 16 വാക്യം 16 പ്രത്യേകം സ്മരിക്കാം. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. രണ്ടാം വായന വിശുദ്ധ പൗലോസ് എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 4 ക്രിസ്തുവിൽ നവജീവിതം വാക്യം 24 പ്രത്യേകം നമുക്ക് ധ്യാനിക്കാം. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റേത് അധ്യായം 6 ജീവൻ്റെ അപ്പം. അത്ഭുതം എന്നത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ അസാധാരണമായ അടയാളങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നയനങ്ങളല്ല അത്ഭുതങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ ഹൃദയമാണ്. അത്ഭുതം ഒരു സംഭവമല്ല, സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ പരമോന്നത സാന്നിധ്യം. ആ സാന്നിധ്യമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പരിവർത്തനമുണ്ടാക്കുന്നത്. അതിനാൽ നമുക്ക് വേണ്ടത് ഹൃദയ പരമാർത്ഥതയാണ്. ഇന്ന് നമ്മൾ പലയിടങ്ങളിലും അത്ഭുതങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദൈവഹിതമനുസരിച്ച് പ്രവൃത്തികൾ ചെയ്യുന്നവരാകുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? വാക്യം 28. ചെയ്യുക അഥവാ അനുഷ്ഠിക്കുക എന്നതാണ് അവരുടെ പ്രശ്നം. പക്ഷേ യേശു അവരുടെ ശ്രദ്ധ മാറ്റുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. വാക്യം 29. ഒരേ ഒരു പ്രവൃത്തി മതി, അത് വിശ്വാസമാണ്. നമ്മുടെ അനുഷ്ഠാനമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കാരണം വിശ്വാസം എന്ന പ്രവൃത്തി ഉള്ളിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും തീർച്ച. അങ്ങനെ വരുമ്പോൾ വിശ്വാസം എന്നത് നമ്മുടെ ബോധ്യം മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടിയാണ്. ദൈവത്തെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രദർശിക്കുക. കാരണം അവന് മാത്രമേ നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കൂ. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവന് മാത്രമേ അറിയൂ. അതുകൊണ്ട് വാക്യം 35 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. നമ്മുടെ കർത്താവ് ശംശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആഴ്സിന്റെ താഴ്വാരം കൃപതൻ ആരാമമാക്കിയ താതാ